ഹലോ ഗായ്സ്, വെൽക്കം ടു രാമു ഫ്ലിക്സ്. ഞാനിന്നിവിടെ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മാരി സെൽവരാജ് ഡയറക്ട് ചെയ്ത ദുരവ് വിക്രം അഭിനയിച്ച പൈസൻ എന്ന പടമാണ്. ഇത് ദുരവ് വിക്രമത്തിന്റെ 4ാമത്തെ പടമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് പടം നമ്മുടെ അർജുൻ റെഡ്ഡിന്റെ റീമേക്ക് വർമ്മ എന്ന് പറഞ്ഞെടുത്തു. പ്രൊഡ്യൂസർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ആദ്യം തൊട്ട് വീണ്ടും റീഷൂട്ട് ചെയ്തു. ആദിത്യ വർമ്മ എന്ന് പറഞ്ഞ റിലീസ് ചെയ്തു. അപ്പൊ 2 പടമായി. മഹാൻ പറഞ്ഞ പടം റിലീസ് ചെയ്തു. ഇപ്പൊ 4ാമത്തെ പടം പൈസൻ. സോ എനിക്ക് തോന്നുന്നു മഹാൻ റിലീസായിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്തൊരു പടം വരുന്നത്. സോ പിന്നെ ഈ പടം റിലീസാവുന്നത് ഈ വരുന്ന ദീപാവലിക്കാണ്, ഒക്ടോബർ 17. അന്ന് തന്നെയാണ് നമ്മുടെ ഡ്യൂഡ് റിലീസ് ആവുന്നത്. 2 പടം കട്ടക്ക് ക്ലാഷ് ആണ്. സോ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് നോക്കാം ട്രെയിലർ എങ്ങനെയുണ്ടെന്ന്. കാരണം ഇതിൽ കാസ്റ്റുകൾ ആരാന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈ പടത്തിന്റെ ട്രെയിലർ റിലീസായെന്ന് എനിക്ക് അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഈ പടത്തിന്റെ ഡയറക്ടർ ആരാന്നറിയാം. പിന്നെ പ്രൊഡ്യൂസർ നമ്മുടെ PA രഞ്ജിത്ത്, ഡയറക്ടർ കം പ്രൊഡ്യൂസറാണ്. ഇവർ രണ്ടാളും ഒരു കോമ്പിനേഷൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡെഡ്ലി കോമ്പിനേഷനാണ്. ഇവരുടെ പടങ്ങളെല്ലാം മസ്റ്റ് ഫാസ്റ്റ് പടങ്ങളാണ്. സോ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താം ഹൗ ഇസ് ദ ട്രെയിലർ. സോ നല്ല ഒരു ഷോട്ടിലെ സ്റ്റാർട്ടിങ് ഷോട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, കൊള്ളാലോ. എന്താ അത്? ഇതും ഒരു സ്പോർട്സ് മൂവിയാണ്. ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ പടം മറ്റേ സർപ്പെട്ട പരമ്പര, ആര്യന്റെ പടവും സ്പോർട്സ് മൂവിയാണ്. കൊള്ളാം, കാണാം. സ്പോർട്സ് മൂവി. அதே கபடி தான் கடைசியாக என் பிள்ளை எங்கே கொண்டு போய் நிறுத்தும்னு தெரியும். சின்ன சின்ன கோவலை எவ்வளோ பெரிய ரவுடித்தனமா மாறி குள்ளே தெரியும் எனக்கு தெரியும். ലാല് ഇപ്പൊ കാണിച്ച പുള്ളിയില്ലേ, കിട്ടില്ലൻ. നമുക്ക് അണ്ടർ റേറ്റഡ് ആണോ എന്ന് അറിയില്ല. കിട്ടില്ലൻ നടനാണ്. അമീർ എന്താണ് പേര്. നമ്മുടെ വെട്രിമാരെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുന്ന നടനാണ്. இந்த மாதிரியான ஊழியர்கள் மாதிரி ஆளுங்க உயிரை தூக்கி முன்னாடி வைக்காம கத்தியை தூக்கி முன்னாடி வச்சா குத்தி கிழிச்சு போட்டு போயிடுவாங்க. രജിഷ വിജയൻ, അനുപമ, ഫുള്ള് മലയാളി കാസ്റ്റ് ആണല്ലോ. എനിക്ക് രജിഷ വിജയനെ ഭയങ്കര ഇഷ്ടം. உனக்கு கபடி வேணா, ஒரு மண்ணு வேணான்னு தலைவாட அடிச்சுக்கிட்டேன். வந்த வழியில வம்பு விலை கொடுத்து வாங்கிட்டியாடா. சத்தியம் பண்ணல, கபடி மயிரன் கடந்து அலைய மாட்டேன்னு சத்தியம் பண்ணு. சத்தியம் பண்ணு. പശുപതി ഒരു കില്ലാടി നടനാ. കഴിഞ്ഞ സർപ്പെട്ട പരമ്പരയിലും പുള്ളി. എനിക്ക് ആര്യനെക്കാട്ടും ഇഷ്ടമായത് പശുപതിന്റെ അഭിനയമാണ് ആ പടത്തില്. இது பத்தாது. கையை ஓட்டாலும் சரி, காலை ஓட்டாலும் சரி, நீ ஓடிக்கிட்டே இரு. மேல மேல போகணும், அந்த டாப்புக்கு போகணும், உச்சிக்கு போகணும். அப்பதான் நாம ஒரு ஆளாவே தெரியும். டேய், நீ கிளம்புடா.
ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മാരി സെൽവരാജ് പറയാനുള്ള പ്ലസ് പോയിന്റ് മറ്റേ പശുപതി തന്നെ മതി. ഇത് ഈ ദുരോ വിക്രം, പശുപതി, ലാൽ സാർ, പിന്നെ അമീർ എന്നാണോ പുള്ളിന്റെ പേര് എനിക്ക് കൃത്യം അറിയില്ല, അമീർ എന്നാന്ന് തോന്നുന്നു. ലെജൻഡറി നടന്മാരാണ് അവരൊക്കെ. ചിലപ്പോ കേരളത്തിലൊക്കെ ചിലപ്പോൾ ഡ്യൂഡാക്കി ഓടുക അറിയില്ല. എന്റർടൈൻമെന്റ് വാല്യൂവിനാണല്ലോ ഇവിടെ എല്ലാവരും സിനിമ എന്റർടൈൻ ചെയ്യാണല്ലോ വരുന്നത്. സോ ഈ ട്രെയിലർ പ്രോമിസിംഗ് ആണ്. സർപ്പട്ട പരമ്പര കണ്ടവർക്ക് തന്നെ മനസ്സിലാവും മൂപ്പര് സ്പോർട്സ് മൂവി ഒക്കെ എങ്ങനെ എടുക്കാന്ന്. എനിക്ക് തോന്നുന്നു പൊതുവെ തമിഴ്നാട്ടിൽ ഈ കബഡി ഭയങ്കര ആണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഗില്ലി സിനിമയിൽ കണ്ടില്ലേ, മറ്റേ വിജയന്റെ അച്ഛൻ പോലീസ് ഓഫീസർ പിന്നെ കബഡി കളിക്കാൻ വിടാത്തത് ഗുണ്ടകളാവെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇതിലും ആ ഒരു പ്ലോട്ട് ഉണ്ട്. കബഡി കളിക്കുന്നവരൊക്കെ ഗുണ്ടകളായി മാറുന്നുള്ള ഒരു പ്ലോട്ട് ആയിരിക്കാം, എനിക്ക് അറിയില്ല, സിനിമ കണ്ടിട്ട് പറയാം. സോ ഈ വരുന്ന ഒക്ടോബർ 17 ഈ പടം റിലീസാവും. നമ്മുടെ ഡ്യൂഡിന്റെ കൂടെയാണ്, രണ്ടും ക്ലാഷ് ആണ്, കട്ട ക്ലാഷ് ആണ്. പണ്ടൊക്കെ വിജയിന്റെ അജിത്തിന്റെ പടം ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ മക്കള് വന്നു തുടങ്ങി. സോ നമുക്കിതിനി തിയേറ്ററിൽ പോയി കണ്ടറിയാം പടം എങ്ങനെ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവ് ചെയ്ത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.